നേരെ സൂക്ഷിച്ച് പതിയെ. പേടിക്കില്ല പേടിക്കില്ല പേടിക്കില്ല. പാനിക്കേണ്ട 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 പാനിക്കേണ്ട. ഗവിക്ക് പോകുമ്പോൾ ഈ ഒരു കാഴ്ച കണ്ടാൽ ആരായാലും പേടിച്ചു പോകും. പക്ഷെങ്കില് ഈ കാഴ്ചകൾ ആദ്യമായിട്ടല്ല, മിക്കപ്പോഴും ഗവി യാത്രയിൽ കാണുന്ന ഒരു കാഴ്ചയാണ്. എന്തോ ഭാഗ്യത്തിനാണ് ഈ കുടുംബം ആ ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഈ ആനയെ ആരും നേരത്തെ വാഹനത്തിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഈ ആന ആ റോഡിലുണ്ട്. പലപ്പോഴും ഞങ്ങൾ ടൂർ കണ്ടക്ട് ചെയ്യുമ്പോൾ കൂടെ എപ്പോഴും ഞങ്ങളുടെ സ്റ്റാഫ് ഉണ്ടാവും. കാരണം സ്ഥിരമായി പോകുന്ന ഒരാൾക്ക് അറിയാം ആന എവിടെയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ കാട്ടുപോത്ത് എവിടെയൊക്കെ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഓരോ വളവിനും ഓരോ കാണാനുള്ള സാധ്യത എവിടെയൊക്കെയാണെന്നുള്ള കാര്യം ഈ സ്ഥിരമായി പോകുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തന്നെയല്ല, എന്തെങ്കിലും ഒരു അടയാളങ്ങൾ കാണും. ഒന്നുകിൽ ഈ സൈഡിലെ പുല്ല് അല്ലെങ്കിൽ ഈറ്റ ഒടിച്ചിട്ടിരിക്കും. അത് മനസ്സിലാക്കാൻ സാധിക്കും. തൊട്ടടുത്ത് ആന ഉണ്ടായിരുന്നില്ല, ഉണ്ട് എന്ന് മനസ്സിലാവും. പിന്നെ ഇതിന് സ്മെല്ലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ഥിരമായി പോകുന്ന ഒരാളെ സംബന്ധിച്ച് പെട്ടെന്ന് ഇതിനു മുന്നേ പെടാതെ ഇരിക്കാൻ സാധ്യത അവര് ഒഴിവാക്കി കൊടുക്കും. ആനയെ കണ്ടെങ്കിൽ തന്നെ വണ്ടി പെട്ടെന്ന് പിന്നോട്ടെടുത്ത് ആനയ്ക്ക് പോകാൻ ഒരു വഴി ഒരുക്കി കൊടുക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. വണ്ടി അവിടെ തന്നെ നിർത്തി റേസ് ചെയ്ത് നിന്നിട്ട് കാര്യമില്ല. ആനയ്ക്ക് പോകാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കണം, വണ്ടി പിന്നോട്ട് എടുക്കണമായിരുന്നു. സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ എന്തായാലും ആന അത് തള്ളി നീക്കി സൈഡിൽ കൂടെ പോകാൻ വഴി ഉണ്ടായി കിട്ടിയത് തന്നെ ഭാഗ്യം. ഒരിക്കലും ഈ ഒറ്റയ്ക്ക് കുടുംബമായിട്ട് ഇങ്ങനെ പോകുന്നത് വളരെ അപകടകരമാണ്. അറിയാവുന്ന ആരെങ്കിലും ഒരാൾ ഇതിൻ്റെ ഗവി യാത്രയിൽ ഉണ്ടാവണം. കാരണം ഈ ഉൾവനത്തിൽ കൂടെയുള്ള യാത്രയാണ്. 180 കിലോമീറ്റർ ഉൾവനത്തിൽ കൂടി യാത്ര ചെയ്യണം. റേഞ്ച് ഫോണൊന്നും ലഭിക്കില്ല. കുഞ്ഞുങ്ങൾ അവരെല്ലാം പേടിച്ചു പോയി. വണ്ടി റേസ് ചെയ്യാതെ ഫോൺ അടിക്കാതിരുന്നത് ഒരു ഭാഗ്യം. കാരണം അത് ആനയെ കൂടുതൽ പ്രകോപിപ്പിക്കുമായിരുന്നു. എതിർ ദിശയിൽ നിന്ന് വണ്ടി വരാഞ്ഞതും ഭാഗ്യമെന്നാണ് കരുതാൻ. എന്തായാലും അവർ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. എപ്പോഴെങ്കിലും ഗവിക്ക് യാത്ര ചെയ്യുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളെ മുന്നിൽ കണ്ടു വേണം യാത്ര ചെയ്യാൻ. അതിനുള്ള ആ രീതിയിൽ വേണം വാഹനം ഓടിച്ചു മുന്നോട്ട് പോകാൻ വേണ്ടി.